നിയമസഭക്കകത്ത് ഭരണകക്ഷിയിൽപ്പെടുന്ന ഒരംഗം അഴിമതി ആരോപണം നടത്തുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. ഈ ചട്ടം സാധാരണഗതിയിൽ പ്രതിപക്ഷ അംഗങ്ങളാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അത് മുൻകൂട്ടി അനുമതി വാങ്ങുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഭരണപക്ഷത്തുള്ള അംഗങ്ങൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെ പോയി അഴിമതി ആരോപണം ഉന്നയിക്കുന്ന പതിവില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം സാധാരണ നടക്കാറില്ല. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ഥിതി വളരെ ഗുരുതരമാണ്, ഗൗരവമുള്ളതാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടിയിരുന്നത് ആ മന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്. അങ്ങനെ ഉത്തരവിടുകയോ അന്വേഷണം നടത്താൻ പോലുമുള്ള സന്നദ്ധതയോ പ്രകടിപ്പിക്കുകയോ ചെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അന്വേഷണം നടത്തിയാൽ ധാരാളം ആളുകൾ പെടും, അതുകൊണ്ട് അന്വേഷണം നടത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ഇത്തരത്തിലുള്ള ചില ന്യായങ്ങൾ മുഖ്യമന്ത്രി പുറപ്പെടുവിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ട് ശബ്ദമുയർത്താനുള്ള ധാർമ്മിക അവകാശമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിലെ മന്ത്രിമാര് കാണിച്ചിട്ടുള്ള അഴിമതിയുടെ വിവരങ്ങൾ ഈ സർക്കാരിലുള്ള ആളുകളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് ഇവർ സമരത്തിനിറങ്ങിയാൽ ഇവരെ പൂട്ടാനുള്ള പണി അവരുടെ കയ്യിലുള്ളതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി സമരത്തിന് ഇറങ്ങി പുറപ്പെടാറ്. ബ്രിട്ടാനിയൻ കേസിൽ അതുകൊണ്ടാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടി മിണ്ടാതിരുന്നത്. സോളാർ കേസിലും അതിനുശേഷം മിണ്ടാതിരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇതിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ കൈകൾ ശുദ്ധമല്ല എന്ന് കോൺഗ്രസിനും ഉമ്മൻചാണ്ടിക്കും വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിലിംഗ് നടത്തി പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനുള്ള തന്ത്രമാണ് ഇപ്പോ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്.